കാട്ടിൽ സഫാരിക്ക് പോയ ഞങ്ങളുടെ വഴി തടഞ്ഞത് ആനയും കാട്ടുപോത്തുമൊന്നുമല്ല, സിംഹങ്ങളാണ്. അതും 1-2 6 ഏഷ്യാറ്റിക് സിംഹങ്ങളെ കാണാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ ഏക സ്ഥലമായ ഗിറിലെ കാഴ്ചകൾ കാണാം. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ക്രിഷ് വണ്ടർലസ്റ്റ്. സമയം ഒട്ടും കളയാതെ നേരെ നമുക്ക് സഫാരിയിലേക്ക് തന്നെ പോകാം. രാവിലെ 6 മണിയാണ് ആദ്യത്തെ സഫാരിയുടെ ടൈം. മെയിൻ ഇൻ്റർപ്രിറ്റേഷൻ സെൻറ്ററും പരിസരങ്ങളൊക്കെ വെളിച്ചം വന്നതിന് ശേഷം വിശദമായി കാണിക്കാം. ഏതായാലും ഓൺലൈനായി ബുക്ക് ചെയ്താലും നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഏത് സോണിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് സഫാരി ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏഷ്യാറ്റിക് സിംഹങ്ങൾ ലോകത്ത് വേറെ എങ്ങും തന്നെ ഇല്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ അതിൻ്റെ പ്രിസർവേഷൻ വളരെ സീരിയസ് ആയിട്ടാണ് അവരെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 3 ഗേറ്റിലാണ് ചെക്കിംഗ് നടക്കുന്നത്. ടിക്കറ്റ്സിൻ്റെ കോപ്പിയും ID കാർഡും കയ്യിൽ കരുതാനായിട്ട് ഒരിക്കലും മറക്കരുത്. ഈ കാണുന്ന ചെക്ക് പോയിന്റ് കഴിഞ്ഞാണ് നമ്മൾ സോണിലേക്ക് എൻ്റർ ചെയ്യുന്നത്. മൊത്തം 13 സോണുകളാണ് ഗിർ ഫോറസ്റ്റിലുള്ളത്. ഇതിൽ സോൺ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ലെങ്കിലും സെയിം സോണിൽ മൾട്ടിപ്പിൾ സഫാരീസ് കിട്ടിയാൽ അതവിടെ ഇൻഫോം ചെയ്ത് മാറ്റി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. വെള്ളപ്പൊക്കത്തിന് സാധ്യത കൂടിയ മേഖലയായതുകൊണ്ട് തന്നെ മിക്കവാറും മഴക്കാലത്ത് ഇതിൽ പല സോണുകളും ക്ലോസ്ഡ് ആയിരിക്കും. സോ മൺസൂൺ സീസൺ ഗിർ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമല്ല. അങ്ങനെ ഈ സഫാരിയിൽ നമ്മുടെ ആദ്യത്തെ സൈറ്റിംഗ് ആണ് ബ്രൗൺ ഫിഷ് ഔൾ അഥവാ മീൻ കൂമൻ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മീനാണ് ഇഷ്ടഭക്ഷണം. ഏതായാലും ക്യാമറ കണ്ട ഉടനെ ആശാൻ മുഖം തിരിച്ചു. ഗുജറാത്തിലുള്ള തലാല ഗിർ ടൗണിനടുത്തുള്ള സ്ഥലമാണ് ഗിർ നാഷണൽ പാർക്ക് അഥവാ സസാൻ ഗിർ. 1412 സ്ക്വയർ കിലോമീറ്റർ ഏരിയയുള്ള ഏഷ്യാറ്റിക് ലയൺ സാങ്ച്വറിയാണത്. പണ്ട് മിഡിൽ ഈസ്റ്റ് മുതൽ ഇന്ത്യ വരെ ഏഷ്യാറ്റിക് ലയണിൻ്റെ പോപ്പുലേഷൻ വളരെ നല്ല രീതിയിലുണ്ടായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കാരണം ഈ ഒരു പോപ്പുലേഷൻ കുറഞ്ഞിട്ട് വെറും 22ഓളം ലയൺസാണ് ഈ ഒരു ഗുജറാത്ത് ഏരിയയിൽ റിമൈനിങ് ആയിട്ടുണ്ടായിരുന്നത്. ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ കൺസർവേഷൻ എഫേർട്സ് കാരണം 2020 കണക്കനുസരിച്ച് ഏകദേശം 670 മുകളിൽ സിംഹങ്ങളാണ് ഈ കാട്ടിലുള്ളത്. ഇതുകൂടാതെ 300 മുകളിൽ ലെപ്പേർഡ്സും ഇതേ ഫോറസ്റ്റിലുണ്ട്. സിംഹത്തിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാവാം ടൈഗർ പ്രസൻസ് ഇല്ലാത്ത ഒരു കാടാണിത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ മുകളിലായിട്ട് ഒരുപാട് യെല്ലോ ഫൂട്ടഡ് ഗ്രീൻ പീജിയൻ അഥവാ മഞ്ഞക്കാലി പച്ചപ്രാവിരിക്കുന്നത് കണ്ടു. മഹാരാഷ്ട്രയുടെ സ്റ്റേറ്റ് ബേർഡാണിത്. സസാൻ ഗിറിൽ യൂസ് ചെയ്യുന്നത് ബൊലേറോയുടെ നിയോ എന്ന് പറയുന്ന വണ്ടിയുടെ ഓൾട്ടേഡ് വേർഷൻസ് ആണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെറൈന് ഒട്ടും യോജിക്കാത്തൊരു വണ്ടിയാണ്. ഈ ഒരു വണ്ടിക്ക് ആക്ച്വലി ചാർജ് വരുന്നത് ഏകദേശം 7000 രൂപയാണ്. അഡീഷണൽ ആയിട്ട് ഒരു ക്യാമറയ്ക്ക് 200 രൂപയും നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ലയൺ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ഏരിയ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നാഷണൽ റിസർവ് ഇപ്പോൾ ഏകദേശം 2500ഓളം സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ സോണും കവർ ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ടൈം എടുക്കും. ഈ ഒരു ഫോറസ്റ്റ് ഏരിയക്കകത്ത് വരുന്ന ഒരു റിസർവോയറാണ് കമലേശ്വർ ഡാം. 1959 ഇറിഗേഷനായിട്ട് നിർമ്മിച്ച ഒരു ഡാമാണിത്. സഫാരി വെഹിക്കിളിൻ്റെ ഡ്രൈവറുമായിട്ട് സംസാരിക്കുന്ന ഒരാളിനെ കണ്ടു. ഇത് ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ ഒഫീഷ്യൽസാണ്. ഇവരെ ലയൺ ട്രാക്കേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവരുടെ മെയിൻ ഡ്യൂട്ടി രാവിലെ വന്ന് സഫാരി വെഹിക്കിൾസ് വരുന്നതിന് മുന്നേ തന്നെ കാടിനുള്ളിലേക്ക് ബൈക്കുമായിട്ട് പോയി എവിടെയാണ് ലയൺ ഉള്ളതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ലയൺ ഉള്ള ഏരിയ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അവിടെ തന്നെ നിൽക്കും. ട്രാക്കർ ഇതുവഴി പോയത് വെറുതെ അല്ല, ദ ലയണിൻ്റെ പക്മാർക്ക്. കാട്ടിലെ രാജാവായ സിംഹത്തിനെ അതിൻ്റെ മടയിൽ പോയി കാണുക എന്നുള്ള എൻ്റെ ആഗ്രഹം ഇന്ന് ചിലപ്പോൾ നടക്കും. സഫാരി വെഹിക്കിൾസ് വരുന്ന സമയത്ത് അവർ ഈ ലയണിനെ ഡിസ്റ്റർബ് ചെയ്യുകയോ മറ്റോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ലയൺ ട്രാക്കേഴ്സിൻ്റെ മെയിൻ ഡ്യൂട്ടി. എസ്പെഷ്യലി കപ്സ് ഉണ്ടെങ്കിൽ അവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇത് നോക്കും. എന്തെങ്കിലും തരത്തിൽ ലയൺസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി ഡ്രൈവേഴ്സോ വണ്ടിയോ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവരത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ആ ഡ്രൈവറിൻ്റെ ലൈസൻസ് അപ്പോൾ സസ്പെൻഡ് ആവും. ഒരുപാട് സമയവും കാശും ചിലവാക്കി കഷ്ടപ്പെട്ട് ഇതുവരെ വന്നതിനുള്ള റിസൾട്ട് ഇതാ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നിൽപ്പുണ്ട്. നല്ല ലക്ഷണമൊത്തൊരു ഏഷ്യാറ്റിക് ലയൺ. ഇതൊരു ഫീമെയിലാണ്. ആഫ്രിക്കൻ ആൻഡ് ഏഷ്യാറ്റിക് ലയൺസിൻ്റെ മെയിൻ ഡിഫറൻസസിൽ ഒന്നാണ് ഇവരുടെ ബോഡിയുടെ അടിയിലായിട്ട് കാണുന്ന ആ ഒരു സ്കിൻ ഫോൾഡ്. ഇന്ന് ഞങ്ങളുടെ ലക്കിയസ്റ്റ് ഡേ ആണെന്നാണ് തോന്നുന്നത്. ഒരു സിംഹത്തിനെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ നിന്ന് ഞങ്ങളുടെ മുന്നിലേക്ക് ഒരു കൂട്ടം സിംഹമാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് വി ഹാവ് മെറ്റ് എ പ്രൈഡ്. ഒരുമിച്ച് താമസിക്കുന്ന ഒരു കൂട്ടം സിംഹങ്ങളെയാണ് പ്രൈഡ് എന്ന് വിളിക്കുന്നത്. ഏഷ്യാറ്റിക് ലയൺസിൽ മെയിൻലി ഒരു മെയിലും ബാക്കി ഫീമെയിൽസുമാണ് ഒരു പ്രൈഡിൽ ഉണ്ടാകുന്നത്. അതും ചെറിയൊരു ഗ്രൂപ്പായിരിക്കും. ഇത് 6 പേരടങ്ങുന്ന ഫീമെയിൽസിൻ്റെ ഒരു പ്രൈഡാണ്. മെയിൽ അടുത്തെങ്ങും കാണുന്നില്ല.
ബോഡി ലാംഗ്വേജ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവരിത് വെറുതെ കറങ്ങി നടക്കുന്നതല്ല, ദേ ആർ അപ്പ് ഫോർ എ ഹണ്ട്. ആഫ്രിക്കയിലാണെങ്കിലും ഏഷ്യയിലാണെങ്കിലും ലയൺസിൽ ഹണ്ടിങ് നടത്തുന്നത് മൊത്തം ഫീമെയിൽസാണ്. ഫീമെയിൽസിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഏതെങ്കിലും പ്രേ വരുന്ന സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് മെയിൽ ലയണിൻ്റെ മെയിൻ ഡ്യൂട്ടീസ്. പക്ഷേ ഫുഡ് കഴിക്കുന്നത് ആദ്യം മെയിൽ ലയണായിരിക്കും. കമ്പാരിറ്റീവ്ലി ഏഷ്യാറ്റിക് ലയൺസ് ആഫ്രിക്കൻ ലയൺസിനെക്കാളും സൈസ് കുറവായിരിക്കും. അതുപോലെ മെയിൽ ലയൺസിന് സടയുടെ വലിപ്പവും കുറവായിരിക്കും. കാടിനുള്ളിലുള്ള ഒരു സാമ്പാടിയറിൻ്റെ കൂട്ടത്തെയാണ് ഇവരിപ്പോൾ ലക്ഷ്യം വച്ചേക്കുന്നത്. ഇവരുടെ ഹണ്ടിൻ്റെ സക്സസ് റേറ്റ് ഏകദേശം 20% വരുന്നുള്ളൂ. 10 ഹണ്ട് നടത്തിയാൽ അതിൽ 2 മാത്രമേ സക്സസ് ആവാറുള്ളൂ. ഈ കാണുന്ന വിഷ്വൽസ് എല്ലാം എടുക്കാനായിട്ട് ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു. കാരണം ലയൺ ട്രാക്കേഴ്സിനെ പേടിച്ചിട്ട് ഈ ജീപ്പ് അവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. 10-20 സെക്കൻഡുകൾ മാത്രമാണ് അറ്റ് എ സ്ട്രെച്ച് ഇവർ സ്റ്റേബിളായിട്ട് വണ്ടി ഒന്ന് നിർത്തുന്നത്. ആ സമയത്തൊക്കെ എടുത്ത വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അഡൽട്ട് മുതൽ കപ്സ് വരെയുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ മുന്നിൽ വന്ന് പെട്ടത്. ഒരു കൂട്ടം സിംഹം കണ്ണിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ നടക്കുന്ന കാഴ്ച ഇന്ത്യയിൽ കാണാൻ പറ്റുമെന്ന് ഇന്ന് വരെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചതല്ല. പക്ഷേ വല്ലാണ്ട് ആഗ്രഹിച്ചാൽ അത് ഉറപ്പായിട്ട് നടക്കും. 4 സൈഡിൽ നിന്നും റൗണ്ട് അപ്പ് ചെയ്ത് സാമ്പാടിയനെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള പ്ലാനിൽ ഇവർ മുമ്പോട്ട് പോകുമ്പോൾ ഇടയ്ക്കൊന്ന് റീഗ്രൂപ്പായി എല്ലാവരും കൂടി വെള്ളം കുടിക്കുന്ന ഒരു സീനുണ്ടായി. ഞങ്ങളുടെയൊക്കെ ലക്കിന് വണ്ടി കുറച്ച് സമയത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുകയും ഞങ്ങളുടെ മുമ്പിലുള്ള വണ്ടി മാറിത്തരികയും ചെയ്തു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു കാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം അവർ ഹണ്ടിങ് പരിപാടിയിലേക്ക് തിരികെ പോയി. ഒരുപാട് സമയമായിട്ട് ഇവർ സാമ്പാടിയറിനെ ചേസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായത് ഓരോരുത്തരായിട്ട് റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഒരു ഏഷ്യാറ്റിക് ലയണിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 16 മുതൽ 18 വയസ്സ് വരെയാണ് വൈൽഡിൽ. അതേസമയം ക്യാപ്റ്റിവിറ്റിയിൽ 30 വയസ്സ് വരെ ജീവിച്ച ലയൺസും ഉണ്ട്. അടുത്ത് തന്നെ സാമ്പാഡിയേഴ്സിൻ്റെ മൂവ്മെൻറ്റ് വന്നപ്പോൾ അവർ പതിയെ അതിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. കൂട്ടത്തിലുള്ള ഒരു ലയൺ മാത്രം റോഡ് ക്രോസ് ചെയ്ത് സാമ്പാടിയിൽ നിൽക്കുന്ന ഏരിയയിലേക്ക് പോവുകയാണ്. പക്ഷേ അപകടം മനസ്സിലാക്കിയ സാമ്പാടിയറിൻ്റെ കൂട്ടം അവിടെ നിന്ന് ഓപ്പോസൈഡിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പുറകെ നമ്മുടെ സിംഹങ്ങളും പോയിട്ടുണ്ട്. നമ്മുടെ റൂട്ടിൽ നിന്ന് മാറിയതുകൊണ്ട് ഇനി ആ സൈറ്റ് നമുക്ക് കാണാനായിട്ട് എന്തായാലും പറ്റില്ല. 6 സിംഹങ്ങളെ ഒരുമിച്ച് ഈ കാട്ടിനകത്ത് വെച്ച് നമ്മൾ കണ്ടിട്ട് 10 മിനിറ്റ് പോലും ആയിട്ടില്ല. അപ്പോഴാണ് ഒരു കൂട്ടം എരുമകളുമായിട്ട് പോകുന്ന ഒരു മനുഷ്യനെ ഞങ്ങൾ ഇതേ കാട്ടിൽ വെച്ച് കാണുന്നത്. കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് 44 മുകളിൽ ഗ്രാമങ്ങളാണ് ഗിർ ഫോറസ്റ്റിൻ്റെ കോർ ഏരിയക്കകത്തുള്ളത്. പലതരം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്. അതിലൊരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് മൽധാരീസ്. ഈ കന്നുകാലികളെ മേയ്ക്കുന്നതാണ് അവരുടെ മെയിൻ ജോലി. ആവശ്യത്തിന് ഫുഡും വെള്ളവും എടുത്ത് രാവിലെ തന്നെ ഇവരിലെ ചില ആൾക്കാർ ഒരുപാട് കന്നുകാലികളുമായിട്ട് മേയ്ക്കാനായിട്ട് ഇറങ്ങും കാട്ടിലേക്ക്. ഇവിടെ മനുഷ്യരെ സിംഹം അറ്റാക്ക് ചെയ്ത റിപ്പോർട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ കന്നുകാലികളെ ഒക്കേഷണലി സിംഹം അറ്റാക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ അറ്റാക്ക് ചെയ്താൽ തന്നെ അവർക്ക് അതിന് വേണ്ട കോമ്പൻസേഷൻ അപ്പോൾ തന്നെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ സിംഹങ്ങളുടെ കൺസർവേഷനിൽ ഗവൺമെൻറ്റിനെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് ഈ കമ്മ്യൂണിറ്റീസാണ്. ഇവരെ കൂടാണ്ട് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കമ്മ്യൂണിറ്റിയാണ് സിദ്ധി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ അടിമകളായിട്ട് കൊണ്ടുവന്ന ആഫ്രിക്കൻ വംശജരുടെ ഡിസെൻഡൻസ് ആണ് ഇവിടെയുള്ള സിദ്ധി ട്രൈബ്സ്. അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. മറ്റുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ പോലെ അവരും പലതരം ജോലി ചെയ്ത് ഇവിടെ ജീവിക്കുന്നു. അങ്ങനെ സഫാരി എല്ലാം കംപ്ലീറ്റ് ചെയ്ത് സിംഹങ്ങളെയൊക്കെ കണ്ട് സന്തോഷത്തോടുകൂടി ഞങ്ങൾ തിരിച്ച് സസാൻഗിറിൻ്റെ മെയിൻ ഇൻ്റർപ്രിറ്റേഷൻ ഏരിയയിലേക്ക് പോവാണ്. ഇതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് നമ്മൾ രാവിലെ സഫാരി സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് ഗിർ നാഷണൽ പാർക്കിൻ്റെ മെയിൻ ഇൻ്റർപ്രിറ്റേഷൻ ഏരിയയും സൊവനീർ ഷോപ്പും ഒക്കെ അടങ്ങുന്ന ഒരു ഏരിയ. ഓൺലൈനായിട്ട് പാസ് എടുത്താലും നമ്മൾ ഇവിടെ വന്നിട്ടാണ് നമുക്ക് അലോട്ട് ചെയ്ത സോൺ ഏതാണെന്നൊക്കെ മനസ്സിലാക്കുന്നതും ഏത് വണ്ടിയിലാണ് നമ്മൾ പോകുന്നതെന്നൊക്കെ അവർ പറയുന്നതും. അങ്ങനെ മോർണിംഗ് സഫാരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗിറിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അടുത്ത സഫാരിയുടെ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ എങ്ങനെയാണ് നമ്മൾ ഗിറിൽ എത്തിയതെന്നൊന്ന് നോക്കാം. ആദ്യം ഞങ്ങൾ ചെന്ന് ഇറങ്ങിയത് സബർമതി റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ നിന്ന് പുറത്തിറങ്ങിയ ഞങ്ങളെ കാക്ക കോഴിക്കുഞ്ഞിനെ റാഞ്ചുന്ന പോലെയാണ് ഓട്ടോക്കാർ റാഞ്ചിയത്. ഗാന്ധിജിയുടെ നാടായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഓട്ടോക്കാരുടെ പെരുമാറ്റം കണ്ട് ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. എങ്ങനെയൊക്കെയോ ഗുജറാത്തിൽ നിന്ന് തല്ലൊന്നും വാങ്ങാണ്ട് ഞങ്ങൾ ചാന്ദ്ലോഡിയ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ അകലെയുള്ള വെരാവൽ റെയിൽവേ സ്റ്റേഷനിലാണ് അടുത്ത നമുക്ക് പോകേണ്ടത്. വലിയൊരു ഗ്രൂപ്പ് തന്നെ കൂടെ ഉള്ളതുകൊണ്ട് ട്രെയിൻ യാത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വെരാവലിലെത്തി. വെരാവൽ ഏരിയയിലെ കുറച്ച് കൗതുക കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരത്തെ പറഞ്ഞുറപ്പിച്ചിരുന്ന ഇന്നോവ വന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ ഗിറിലെത്തിച്ചു.
അടുത്ത സഫാരിക്ക് മുന്നേ ഒരുപാട് സമയം ബാക്കിയുള്ളതുകൊണ്ട് ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ദേവാലിയ നാഷണൽ പാർക്ക് വരെ ഒന്ന് പോയാലോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇത്തവണ പക്ഷേ ഞങ്ങളെ കൊണ്ടുപോയത് ഒരു പാവം പ്രായമുള്ളൊരു ഓട്ടോക്കാരനാണ്. ദേവാലിയ ഇൻ്റർപ്രിറ്റേഷൻ സോൺ ഒരു മിനി ഗിറാണ്. 412 ഹെക്ടറാണ് ഈ ഒരു സോണിൻ്റെ വലിപ്പം വരുന്നത്. ഗിർ ഫോറസ്റ്റിൽ നാച്ചുറലായിട്ട് കാണപ്പെടുന്ന എല്ലാ ജീവികളുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് ഈ ഫോറസ്റ്റിനകത്തും അവൈലബിൾ ആണ്. സസാൻ ഗിറിലുള്ള സഫാരിയിൽ നിങ്ങൾക്ക് ലയണിനെ കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരിക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ലയണിനെ സൈറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു സൂ ആയിട്ടല്ല അവർ കണക്കാക്കുന്നത്. ഇവിടെ ലയൺസ് ഓപ്പണിൽ തന്നെയാണ് ഹണ്ട് ചെയ്യുന്നതും ജീവിക്കുന്നതും എല്ലാം. ദേവാലിയ പാർക്ക് കുറച്ചുകൂടെ മോഡേണൈസ്ഡും കുറച്ചുകൂടെ ടൂറിസ്റ്റ് ഫ്രണ്ട്ലിയാണ്. കാടിനെയും നേച്ചറിനെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്കിതൊരു ഗ്ലോറിഫൈഡ് സൂ ആയിട്ടാണ് തോന്നിയത്. ഗിറിലെ മെയിൻ സഫാരി പോയിന്റിൽ നിന്നും ഏകദേശം 11 കിലോമീറ്ററാണ് ദേവാലിയയിലേക്കുള്ള ഡിസ്റ്റൻസ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം ഓട്ടോറിക്ഷ തന്നെയാണ്. സഫാരി ബസ്സസിലാണ് ദേവാലിയ പാർക്കിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അത്ര ഫോട്ടോഗ്രാഫി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെഹിക്കിളായിട്ട് എനിക്ക് തോന്നിയില്ല. ഇവിടുത്തെ ചില ടെറൈൻ കാണുമ്പോൾ അത് ആഫ്രിക്കൻ സവാനാസിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു. ദേവാലയയിലെ നമ്മുടെ ആദ്യത്തെ സൈറ്റിംഗ് ആണ് വെയിൽ കൊള്ളാണ്ടിരിക്കാനായിട്ട് മരത്തണലിൽ നിൽക്കുന്ന നീൽഗായ് അഥവാ നീലക്കാള. അടുത്ത് തന്നെ കിട്ടിയ മറ്റൊരു സൈറ്റിംഗ് ആണ് ഇന്ത്യൻ ജക്കാൾ, മലയാളത്തിൽ കുറുനരി എന്നൊക്കെ വിളിക്കും. അവരും മരത്തിന്റെ ചോട്ടിൽ റെസ്റ്റിലാണ്. ഇപ്പോഴാണ് ഒരു മെയിൽ സിംഹത്തിനെ കാണാൻ പറ്റില്ല എന്നുള്ള വിഷമം എനിക്ക് മാറിക്കിട്ടിയത്. ദേ കിടക്കുന്ന ഒരാശൻ നല്ല സുഖനിദ്രയിലാണ്. ഒരുപാട് സമയം അവിടെ നിന്ന് നോക്കിയെങ്കിലും ആളെ എണീക്കുന്നില്ലായിരുന്നു. ദേവാലയയിലെ സഫാരി 1 മണിക്കൂറിന് താഴെ ആയതുകൊണ്ട് അധിക സമയം അവിടെ നിൽക്കാനുള്ള ഓപ്ഷനും ഇല്ല. ഏകദേശം ബസ് എടുക്കാറാവുന്ന സമയത്താണ് അവിടെ ഒരു ഫീമെയിൽ സിംഹവും ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടത്. ഇവിടെ ഒരു ലെപ്പേർഡ് എൻക്ലോഷർ ഉണ്ട്. അതായത് പ്രോപ്പർ സൂവിലെ പോലെ ഒരു എൻക്ലോഷറിനകത്ത് കുറേ ലെപ്പേർഡ്സിനെ ഇട്ടിട്ടുണ്ട്. 1-2 അല്ല, ഒരുപാട് ലെപ്പേർഡ്സ് ഉണ്ട്. പക്ഷേ ഇവരങ്ങനെ വെറുതെ പിടിച്ചിട്ടേക്കുന്നതല്ല. ഇവരെല്ലാം ഇവിടുത്തെ നൊട്ടോറിയസ് ആയിട്ടുള്ള ലെപ്പേർഡ്സ് ആണ്. നാട്ടുകാർക്ക് ത്രെട്ട് ഉണ്ടാവുന്ന സമയത്ത് ഈ ലെപ്പേർഡ്സിനെ ഇവർ ക്യാപ്ചർ ചെയ്ത് ദേവാലയയിലെ ഈ ഒരു എൻക്ലോഷറിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യും. അങ്ങനെ പുറത്ത് ചട്ടമ്പത്തനം കാണിച്ച് നടന്ന ആൾക്കാരാണ് ദേ കിടക്കുന്നത്. ആ ലെപ്പേർഡ് എൻക്ലോഷറിനകത്തുള്ള മരത്തിലിരിക്കുന്ന ഈ ആളാണ് വൈറ്റ് ഐഡ് ബസാർഡിൻ്റെ ജൂനെ, വെള്ളക്കണ്ണിപ്പരുന്തിൻ്റെ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞ്. തുടങ്ങുമ്പോൾ തന്നെ തീർന്നു പോയി എന്ന് തോന്നുന്ന രീതിയിലുള്ള ദേവാലയയിലെ ഒരു ഷോർട്ട് സഫാരി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുന്ന സമയത്ത് വീണ്ടും കിട്ടി നമുക്ക് കൗതുകമുള്ളൊരു കാഴ്ച. നമ്മുടെ ഓട്ടോറിക്ഷ അമ്മാവൻ ഓട്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഒന്ന് കണ്ടു നോക്കും. അത് കണ്ട് എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ തൗഫീക്ക് പുള്ളിയെ സഹായിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഗിർ ഫോറസ്റ്റിലെ കൗതുക കാഴ്ചകൾ ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല. ഇനിയും നമ്മൾ 2 സഫാരി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഈ സഫാരിയുടെ കാഴ്ചകളെല്ലാം അടുത്ത പാർട്ടിൽ വരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് വല്ലാണ്ട് ലെങ്ത് കൂടും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വൺ. സീ യു സൂൺ. അൺടിൽ ദെൻ, adios amigos.